വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ്. വെള്ളിക്കുളങ്ങര റോഡിൽ OPK ബസ് സ്റ്റോപ്പിന് സമീപം പുതുതായി വരുന്ന ബ്ലൂ മെറിഡിയൻ സ്ഥാപനത്തിന്റെ ലോഗോ UAE വ്യവസായ പ്രമുഖൻ വലീദ് ബി അദീം പ്രകാശനം ചെയ്തു. ചടങ്ങിൽ MLA KK രമ മുഖ്യാതിഥിയായി. നമ്മളിന്ന് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബ്ലൂ മെറിഡിയൻ ഗ്രൂപ്പിന്റെ നമ്മുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിട്ടുള്ള പുതിയ ഒരു പ്രൊജക്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓർക്കാട്ടെ OPK എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഹിസ് ഹൈനസ് മിസ്റ്റർ വലീദ് ബിൻ അദീം നമ്മൾ ആദ്യം തന്നെ വെൽക്കം ചെയ്യുകയാണ്. മിസ്റ്റർ മെഹബൂബ് സർ, കൺസ്യൂമർ ഫെഡറേഷൻ ചെയർമാൻ, TP മിനിക, പ്രസിഡന്റ് ഓഫ് ഗ്രാമപഞ്ചായത്ത് ഓഫ് എരമല, എല്ലാവർക്കും ഞാൻ എന്റെ പേരിലും ബ്ലൂ മെറിഡിയന്റെ പേരിലും സ്വാഗതം അറിയിക്കുന്നു. നന്ദി. വടകരയിലെ അതേപോലെ തന്നെ ഓർക്കാട്ടേരി ഭാഗമാകാൻ വേണ്ടി പോവുകയാണ്. Yes, we are gathered here to witness the historical moment of വടകര. അപ്പോൾ ആ ഒരു ചരിത്ര നിമിഷത്തിന് നമ്മൾ സാക്ഷികളാവുകയാണ്. Sir, I would like to request to unveil the logo here. Blue Meridian logo നമ്മൾ അൺവെയിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. Yes, എല്ലാവരും may I ask everyone please stand up and put your hands together for witnessing this beautiful and gorgeous moment of the day. Invite ചെയ്യുന്നു. Yes, അബ്ദുൽ സലാം വടകരയിലെ വ്യാപാര വ്യവസായ പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മെഹബൂബ് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ ആയിട്ടുള്ള അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇവരെല്ലാവരും നമ്മുടെ വടകരയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ലോഗോ അദ്ദേഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങുകയാണ്. മനയത്ത് ചന്ദ്രൻ, ശ്രീ ഏറാമല ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മനയത്ത് ചന്ദ്രൻ സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഫെസിലിറ്റി, ആ ഒരു സ്ഥല പരിമിതി കൊണ്ട് മാത്രമാണ് നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ നിങ്ങളെ എല്ലാവരുടെയും റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടാണ് ഇവർ അദ്ദേഹത്തിൽ നിന്നും ഈ ഒരു ലോകിക്കാണ്. വടകരയ്ക്ക് അടുത്തുള്ള ഓർക്കാട്ടേരിയിൽ 5 നിലകളിലായി 40,000 സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുള്ള ഒരു കെട്ടിടമാണ്. കെട്ടിടത്തിന്റെ ആ പ്രൊജക്ടിന്റെ ലോഗോയാണ് ഇന്നിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ബ്ലൂ മെറിഡിയന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ റഷീദ് ഖാ ഈ കോഴിക്കോടും അതുപോലെ തന്നെ നഗരങ്ങളിലൊക്കെ ഒരുപാട് പ്ലോട്ടുകളും കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലങ്ങളും ഉണ്ടായിട്ടും സ്വന്തം നാടിനെ അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരെ സ്നേഹിച്ച് ഏറ്റവും വലിയ പ്രൊജക്റ്റ് എത്രയും പെട്ടെന്ന് എൻ്റെ സ്വന്തം ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ വേണമെന്ന് ഉറച്ചു വിശ്വസിച്ച് അതിന് കാര്യങ്ങൾ നീക്കുകയും ഒരു കോഴിക്കോട് എറണാകുളം ടൗണിലൊക്കെ ഉള്ള ഒരു കംഫർട്ടബിൾ ബിൽഡിംഗ് നമ്മുടെ അദ്ദേഹത്തിന് സ്വന്തം ഗ്രാമമായ ഓർക്കാട്ടേരിയിൽ ഇന്നതിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. അദ്ദേഹം നാടിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ നാട്ടുകാരോട് കാണിക്കുന്ന സ്നേഹം അത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വിശാലശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഈ കെട്ടിടത്തിനുണ്ട്. 8,000-ഓളം സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് ഏരിയ അണ്ടർഗ്രൗണ്ട് ഫ്രണ്ട് പോർഷനുമായിട്ട് ഈ ബിൽഡിങ്ങിനുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ തുടങ്ങിയ 5 നിലകളിലായിട്ടാണ് ഈ ബിൽഡിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് ഗ്രൗണ്ട് നിലയിൽ 1-ാം നിലയിൽ ഗ്രൗണ്ട് ഫ്ലോർ 8,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ബാങ്കറ്റ് ഹാൾ, കോഫി ഷോപ്പ്, ബാക്കിയുള്ള ലോബി, റിസപ്ഷൻ, അങ്ങനെ വളരെ വിശാലമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് 1-ാം നില ഒരു കമേഴ്സ്യലായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 24-ഓളം സ്യൂട്ട് റൂമുകൾ, വളരെ ഗംഭീരമായ വെന്റിലേഷനുള്ള നല്ല രീതിയിലുള്ള ബാത്റൂം സൗകര്യമുള്ള ഷാർപ്പ് ഫെസിലിറ്റി, പ്രൊഫഷണൽ ഫെസിലിറ്റി രീതിയിലുള്ള പ്ലാൻ ചെയ്തിരിക്കുന്ന 24 റൂമുകളാണ് 1-ാം നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ടും മേലെയുള്ള 3-4 നിലകളിലായി 2 BHK, 1 BHK, 3 BHK. അതിൽ 2 1 BHK ഫ്ലാറ്റുകൾ വീതവും 4 2 BHK ഫ്ലാറ്റുകൾ വീതവും 2 3 BHK ഫ്ലാറ്റുകൾ വീതവുമാണ്. മൊത്തം 16 ഫ്ലാറ്റുകളാണ് 2 നിലകളിലായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി റെന്റ് സ്യൂട്ടുകളും
അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റുകളും വളരെ എയർ സർക്കുലേഷനും വെന്റിലേഷനും സൗകര്യവും ഉള്ള രീതിയിൽ വളരെ ശാസ്ത്രീയമായി തന്നെ പ്ലാൻ ചെയ്ത ഒരു കെട്ടിടമാണ്, ഒരു പ്രൊജക്റ്റാണ് നമുക്ക് ഇവിടെ ഒരുക്കി തന്നിട്ടുള്ളത്. ബ്ലൂമേഡിന്റെ അടുത്ത പ്രൊജക്ട് മുടക്കല്ലൂരിൽ അതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് മാവൂർ റോഡ് അടുത്തൊരു പ്രൊജക്ടിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രൊജക്ടുകളും വളരെ ഗംഭീരമായിട്ട് ആശംസിക്കുന്നു. ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വികസനോന്മുഖമായി അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ്. ഞാൻ അവിടുത്തുകാരനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ താമസിക്കാനും അതുപോലെ ഇവിടെ കാര്യങ്ങൾ നിർവഹിക്കാനും ആവശ്യമായ സൗകര്യപ്രദമായ കെട്ടിടങ്ങളുടെ അഭാവം നിലനിൽക്കുന്നുണ്ട്. വളർന്നു വരുന്ന ഒരു പട്ടണത്തിന് ഏറ്റവും അനിവാര്യമായ ഇത്തരം കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് മനോഹരമായ ഒരു കെട്ടിട സമുച്ചയം റഷീദ് കെയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞു എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. വടകര കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരുപാട് ഗസ്റ്റുകളും മറ്റുമൊക്കെ വരുന്ന സമയത്ത് അവർക്ക് താമസിക്കുവാനും അവർക്ക് ഒരു സൗകര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഓർക്കാട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ചരിത്രമുണ്ട്. മതസൗഹാർദ്ദത്തിനുമൊക്കെ ഏറെ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രദേശമാണ് ഓർക്കാട്ടി എന്ന് പറയുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് പ്രിയപ്പെട്ട റഷീദ് ഖാ ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ മുന്നോട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിദേശത്തു നിന്നും റഷീദിന്റെ പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്ന സഹോദരങ്ങളെ, ഓർക്കാട്ടേരിയിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് അടുത്ത കാലത്തൊന്നും നമ്മൾ പ്രതീക്ഷിച്ച ഒരു സംരംഭമല്ല. ഓർക്കാട്ടേരി പട്ടണം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ആണെങ്കിലും ഇത്രയും വലിയൊരു സംരംഭം ഓർക്കാട്ടേരിയെ തേടിയെത്തുമെന്ന് നമ്മൾ മുമ്പ് പ്രതീക്ഷിച്ചിരുന്നതല്ല. തുടങ്ങുമ്പോൾ അത് സ്വന്തം നാട്ടില് ഗ്രാമപ്രദേശത്ത് ഒരു പട്ടണത്തില് ഉണ്ടാകേണ്ട രീതിയിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളോട് കൂടിയ ആ ഒരു സംരംഭം സ്വന്തം ഗ്രാമപ്രദേശത്തേക്കാണ് തുടങ്ങുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് വലിയ കണക്കൂടൽ ഉണ്ടാവാം. വടകരയിലെ വ്യാപാരി സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് തീർച്ചയായും ഈ ഒരു സംരംഭത്തിന് വടകരയിലെ കച്ചവട സമൂഹത്തിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അല്ലാഹുവിനോട് പരിപൂർണ വിജയത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജൻ റഷീദിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗ്രാമപ്രദേശത്തുള്ള ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സംഭവിക്കാനുള്ള ഒരു നേതൃത്വം കൊടുത്ത റഷീദ് ഖാനെ ഏത് തരത്തിലും അഭിനന്ദിക്കുന്നതിൽ നമുക്ക് ആർക്കും തന്നെ തെറ്റില്ല. നഗരത്തിൽ അതിന്റെ സംവിധാനങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ആളാണ് റഷീദ് ഖാൻ. അങ്ങനെ കെൽപ്പുള്ള ആൾ ഗ്രാമത്തിലെ ജനങ്ങൾക്ക്, താൻ ജനിച്ചു വളർന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് ഗ്രാമങ്ങളിൽ മാത്രം അല്ലെങ്കിൽ വലിയ കോസ്മോപൊളിറ്റൻ സിറ്റീസിൽ മാത്രം ലഭ്യമാകുന്ന സൗകര്യങ്ങൾ നമ്മുടെ ഗ്രാമത്തിലുള്ള ആളുകൾക്കും ലഭിക്കട്ടെ എന്ന ഒരു ആഗ്രഹവും കൂടി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. أنا الله يخليك من الوليد من أحمد من خالد أمسنا وتلفون ورسولي دي من الخارجات. والله أنا زيادة فرحان اليوم، زيادة فرحان. ليش أنا في 20 سنة داخل الإمارات، أنا زيادة أنا من البيت كامل في أكل أي شيء في داخل الإمارات. والله أنا زيادة حبي داخل الإمارات. أنا داخل فاميلي داخل كيرلا، مو الإمارات داخل الإمارات. ليش كلهم هذا الإمارات إني نفرات كلهم يجي ممكن
كيرلا في 80% ما نفكر في داخل كيرلا نفرات كامل في إمارات والله زيادة حبي خالد مال الوليد مال أحمد والله شكرا بليون مرة شكرا അതോടൊപ്പം തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും ഈ ഞങ്ങളെ ഈ ചെറിയ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്തേ.